ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിവിടെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക, വലിയ ജീരകമൊക്കെ ചേർത്ത് നന്നായി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ സ്പൈസസ് ഒക്കെ ഇവിടെ നന്നായി തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സവാള ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാനിവിടെ നല്ല പഴുത്തൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനിലോട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2-3 ഇതൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള മസാല ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ. നന്നായി തന്നെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ ചിക്കൻ കറിയായിട്ട് കഴിക്കാൻ വേണ്ടി ഞാനിവിടെ ചപ്പാത്തി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഞാനിവിടെ മാവൊക്കെ നേരത്തെ കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ചപ്പാത്തി ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രസ്സിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ചപ്പാത്തി കുഴൽ വെച്ചൊന്ന് പരത്തി എടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ അതുകൊണ്ട് ചപ്പാത്തി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ്, നല്ല അടിപൊളിയായിട്ട് ഞാനിവിടെ ചപ്പാത്തി പരത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ടൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് പൊള്ളി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഗീയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഞാനിവിടെ ഗീയൊക്കെ ചേർത്ത് നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് ചപ്പാത്തി ഒന്ന് കാസ്ട്രോളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിവിടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. നമ്മുടെ കടായിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് ഗീയും കൂടി ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചിക്കൻ കറി കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ കടായിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ ചിക്കൻ കറി ഞാനിവിടെ 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ചിക്കൻ കറി ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം.
നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ല മണമാണ് കേട്ടോ. നല്ല അടിപൊളി മണമാണ്. കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് കോരിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ടാണ് ഞാൻ ഗ്രേവി ഒരുപാടൊന്ന് വറ്റിച്ചെടുക്കാത്തത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒത്തിരി ഗ്രേവിയൊക്കെ ആയിട്ട് ഇരുന്ന അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി ചപ്പാത്തി കഴിക്കാനായിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.